ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത് MSMEയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സബ് ടോപ്പിക്കാണ് ഇൻഡസ്ട്രിയൽ സിക്നസ് ഓർ സിക്നസ് ഇൻ സ്മോൾ സ്കെയിൽ സെക്ടർ. നമുക്കറിയാം, ഇൻഡസ്ട്രിയൽ സിക്നസിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ MSME യൂണിറ്റുകൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്ത് കുറേ കഴിയുന്ന അവസരത്തിൽ 3-4 വർഷം കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ 4-5 വർഷത്തിൻ്റെ റെക്കോർഡ് നമ്മൾ നോക്കുമ്പോൾ പല യൂണിറ്റുകളും എന്തായിട്ട് മാറുന്നു? സിക്ക് യൂണിറ്റുകളായിട്ട് മാറുന്നു. ക്ലിയർ? അപ്പോൾ എന്താണ് ഇൻഡസ്ട്രിയൽ സിക്നസ്? ക്ലിയർ? SSI യൂണിറ്റുകളുടെ സിക്നസ്സിനുള്ള റീസൺസ് എന്തൊക്കെയാണ്? എന്തെല്ലാം ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സിംറ്റംസ് വരുമ്പോഴാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ സിക്നസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക? ദെൻ ഇനി അഥവാ ഇൻഡസ്ട്രിയൽ സിക്നസ് ഉണ്ടെങ്കിൽ അതിനെ റിഹാബിലിറ്റി ചെയ്യാൻ ക്ലിയർ എന്തെല്ലാം മാർഗങ്ങളാണുള്ളത്? അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഈ ക്ലാസ്സിൽ വീഡിയോയിൽ നോക്കാം. ക്ലിയർ? So what is sickness in small scale sector? So in the course of industrialization, some business units are likely to fail in India, and we find that industrial sickness is a continuously on an increasing trend. Clear? അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു ട്രെൻഡാണ്. ക്ലിയർ? ഇൻഡസ്ട്രിയൽ സിക്നസിൻ്റെ എണ്ണം കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. ക്ലിയർ? സോ ഓൺ ആൻ ആവറേജ് 55 units fail. So 55 units fall sick every day എന്നാണ് കണക്ക്. ക്ലിയർ? ദിവസം പ്രതിദിനം 55ഓളം യൂണിറ്റുകൾ വരുന്നു അല്ലേ. ഇൻറ്റു 365 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്രമാത്രം ഇൻഡസ്ട്രിയൽ സിക്ക് യൂണിറ്റ്സുകൾ ഉണ്ടാകുന്നുണ്ട് ഓരോ വർഷവും. ക്ലിയർ? സോ ഇൻഡസ്ട്രിയൽ സിക്നസ് ഈസ് നോട്ട് കൺഫൈൻഡ് ടു ദ പ്രൈവറ്റ് സെക്ടർ ഓൺലി, ആൻഡ് ഇറ്റ് ഈസ് ഈക്വലി endemic in public sector units also. Similarly, it is not confined to a small scale units only, but it is also affecting the medium scale as well as ലാർജ് സ്കെയിൽ എൻ്റർപ്രൈസ്. അങ്ങനെ പലതരത്തിലുള്ളതുണ്ട് അല്ലേ. ഈവൻ ബാങ്കുകൾ, ഇനിയിപ്പോൾ മാനുഫാക്ചറിങ് സെക്ടേഴ്സോ സർവീസ് സെക്ടേഴ്സിലും മാത്രമല്ല, ഈവൻ ഫിനാൻഷ്യൽ സെക്ടറിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾ പോലും അല്ലേ. നിങ്ങളൊരു പക്ഷേ റീസെൻ്റ്ലി കുറേ ന്യൂസ് കേട്ടിട്ടുണ്ടാകും. ചില ബാങ്കുകൾ ഫെയിൽ ചെയ്യാൻ പോകുന്നു, അപ്പോൾ അവർക്ക് നോൺ പെർഫോമിംഗ് അസറ്റ്സ് വളരെ കൂടുന്നു, അല്ലെങ്കിൽ ലോസ് മേക്കിംഗ് ആയിട്ട് വരുന്നു. ക്ലിയർ? അങ്ങനെയുള്ള സമയത്ത് RBI ചില മെഷേഴ്സ് എടുക്കുന്നു, ആ ബാങ്കിനെ വേറെ ബാങ്കുകളുമായിട്ട് ലയിപ്പിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെയുള്ള കേസസ് ഫിനാൻഷ്യൽ സെക്ടറിലും വരാം, ബാങ്കുകളുടെ കേസസിലും വരാം, മാനുഫാക്ചറിങ് സെക്ടേഴ്സിലും വരാം, സർവീസ് സെക്ടറിലും വരാം. അപ്പോൾ പൊതുവായിട്ട് ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ ഫെയിലാവുന്ന അല്ലേ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇൻഡസ്ട്രിയൽ സിക്നസ് കൊണ്ട് പറയാൻ പറ്റും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ നോക്കാം. ക്ലിയർ? സോ എ സിക്ക് യൂണിറ്റ്സ് കോമൺലി റിഫേഴ്സ് ടു അല്ലേ ഒരു അൺഹെൽത്തി സിറ്റുവേഷനെയാണ് സിക്ക് എന്നുകൊണ്ട് നമ്മൾ സാധാരണ മീൻ ചെയ്യുന്നത്. ഹ്യൂമൻ ബീങ് സിക്നസ് എന്താ? ഹ്യൂമൻ സിക്നസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അൺഹെൽത്തി സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അതിനാണ് സിക്നസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സിക്നസ് എന്തായിരിക്കും? ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള അതിൻ്റെ ഫിനാൻസോ അല്ലെങ്കിൽ സോൾവൻസിയോ ലിക്വിഡിറ്റി ഇങ്ങനെ ഏതെങ്കിലും ആസ്പെക്റ്റിൽ ക്ലിയർ പ്രോബ്ലമാറ്റിക് ആയിട്ട് മാറുന്ന സമയത്ത്, അൺഹെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അതെന്തായിട്ട് മാറുന്നു, അല്ലെങ്കിൽ എന്തായിട്ട് ടേം ചെയ്യാൻ പറ്റുന്നു? ഇതിനെ സിക്ക് അല്ലെങ്കിൽ സിക്ക് യൂണിറ്റ് അല്ലെങ്കിൽ സിക്ക് ബിസിനസ്, സിക്ക് ഇൻഡസ്ട്രി എന്നൊക്കെ പറയാൻ പറ്റും. So but sickness may be mean different things to different persons. Clear? So workers view the industrial sickness if they don't get wages. അല്ലേ, കുറേ മാസങ്ങളായിട്ടോ അല്ലെങ്കിൽ കുറേ പീരീഡായിട്ട് വേജസ് കിട്ടുന്നില്ല, സാലറി കിട്ടുന്നില്ല, റെമ്യൂണറേഷൻ കിട്ടില്ല. അപ്പോൾ അവർ വർക്കേഴ്സ് എന്ന് പറയും, ഈ ഫേമിന് ഇപ്പോൾ പൂട്ടാൻ പോവുകയാണ് അല്ലേ, ഇതിനെ കൊണ്ട് ഇനി പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ ഇൻഡസ്ട്രിയൽ സിക്നസ് വർക്കേഴ്സ് തിങ്ക് ചെയ്യുന്നത് അവർക്ക് വേജസോ സാലറിയോ റെമ്യൂണറേഷനോ ഇൻസെൻറ്റീവോ ഒക്കെ കിട്ടാതെ വരുന്ന ഒരു സാഹചര്യത്തിനെയാണ് അവർ പറയുണ്ടാവുക. ക്ലിയർ? ദെൻ ഇൻവെസ്റ്റേഴ്സ് കൺസിഡർ ചെയ്യുന്ന എപ്പോഴായിരിക്കും? സോ ഫോർ ദ ഇൻവെസ്റ്റേഴ്സ്, ഓൺ ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ഇൻവെസ്റ്റേഴ്സ്, അവർക്ക് കിട്ടേണ്ട റിട്ടേൺ അല്ലേ, ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുന്നില്ല, ലോസ് മേക്കിംഗ് ആയിട്ട് വരുന്നു, ഡിവിഡൻഡേ കിട്ടുന്നില്ല, ഇൻട്രസ്റ്റ് കൊടുക്കാൻ തന്നെ ബുദ്ധിമുട്ടായിട്ട് വരുന്നു. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സിന് എന്ത് തോന്നും? കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ശരിയല്ല, സിക്കായിട്ട് പോകുന്നെന്ന് തോന്നിയത്. ക്ലിയർ? അതുപോലെ തന്നെ കടം നൽകിയിരിക്കുന്ന ലെൻഡേഴ്സിനെ സംബന്ധിച്ചുള്ള അവരുടെ ഡീഫാൾട്ട് വരുത്തുമ്പോൾ അല്ലേ, അവർക്ക് കിട്ടേണ്ട പൈസയോ അതിൻ്റെ പലിശയോ കിട്ടാതെ വരുന്ന സമയത്ത്, അതിൽ വീഴ്ച വരുത്തുന്ന സമയത്ത് അവരെന്ത് കണ്ടിന്യൂസ് ആയിട്ട് വീഴ്ച വരുത്തുമ്പോൾ അവർ വിചാരിക്കും ഈ ബിസിനസ് സിക്ക് യൂണിറ്റ് ആണെന്ന് വിചാരിക്കും. ക്ലിയർ? സോ ജനറലി സിക്നസ് ഈസ് ഡിഫൈൻഡ് ആസ് എ സിറ്റുവേഷൻ വെയർ ദ റവന്യൂസ് ഓഫ് എ ഫേം ആർ ഇൻസഫിഷ്യൻറ്റ് ടു മീറ്റ് ദി കോസ്റ്റ് and the rate of return on investment is less than that of the firm's cost of capital. ക്ലിയർ? അപ്പോൾ നമുക്ക് ഒരു ജനറിക്കായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഫേമിന് അതിന് ഡേ ടു ഡേ ആയിട്ടോ മറ്റുള്ള തരത്തിലോ വരുന്ന ഒരു പീരിയോഡിക്കലായിട്ട് വരുന്ന കോസ്റ്റുകൾ മീറ്റ് ചെയ്യാൻ പറ്റുന്ന സഫീഷ്യൻ്റ് ആയിട്ടുള്ള റവന്യൂ ഇല്ലാത്തൊരു സിറ്റുവേഷൻ. അതേപോലെ തന്നെ
കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവൈഡേഴ്സ് ഓഫ് ക്യാപിറ്റലിന് അല്ലെ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന മിനിമം ആയിട്ടുള്ള റേറ്റ് ഓഫ് റിട്ടേൺ പോലും കൊടുക്കാൻ പറ്റാത്ത അതിന് താഴെയുള്ള ഒരു റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കുന്ന അവസ്ഥ. ഇതൊക്കെ വരുന്ന സമയത്ത് നമുക്കത് സിക്കായിട്ട് പറയാൻ പറ്റും. ഇൻഡസ്ട്രിയൽ സിക്ക് എന്ന് ക്ലിയർ. സോ സിക്ക് ഇൻഡസ്ട്രിയൽ കമ്പനീസ് സ്പെഷ്യൽ പ്രൊവിഷൻ ആക്ട് ഓഫ് 1985 ഇതൊക്കെ വരുന്നതിന് മുമ്പ് ക്ലിയർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സിക്ക് യൂണിറ്റ്സിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ RBI എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. Then sick units are those one which has incurred cash losses for 1 year, and in the judgment of the bank it is likely to continue to incur cash losses for the current as well as the following years, and which is in an imbalance in its financial structure, such as current ratio less than 1:1, then worsening debt equity ratio. ഇതാണ് നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സിക്ക് യൂണിറ്റ്സിന് വേണ്ടി നൽകിയിരിക്കുന്ന ഡെഫിനിഷൻ. ക്ലിയർ. ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയാം നമുക്ക് ബാങ്കുകളുടെ റെഗുലേറ്ററാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ് യൂണിറ്റുകൾക്ക് കടം നൽകിയിരിക്കുന്ന ബാങ്കുകൾ അല്ലേ, ഒരു ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം സിക്ക് യൂണിറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി റിസർവ് ബാങ്ക് ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നപ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. ക്ലിയർ. അപ്പോൾ ഏതെങ്കിലും ഒരു ബാങ്ക് ഒരു ബിസിനസ് യൂണിറ്റ്സിന് ലെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ, അങ്ങനെ ലെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ബാങ്ക് ഒരു ഇൻഡസ്ട്രിയൽ കൺസേണിനെ സിക്ക് യൂണിറ്റ് എന്ന് എപ്പോഴാണ് പറയുക, അതിനുവേണ്ടി RBI കൊണ്ടുവന്ന ക്രൈറ്റീരിയ ആണ്. ക്ലിയർ. അപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ്സിന് ക്ലിയർ മുൻ വർഷത്തിൽ ക്യാഷ് ലോസ് സംഭവിച്ചിരിക്കുന്നു, ഹാസ് ഇൻകേർഡ് ക്യാഷ് ലോസ്. ക്ലിയർ. എന്താ ഇപ്പോൾ ക്യാഷ് ലോസ്? കിട്ടിയ നമുക്ക് ആകെ കിട്ടിയിരിക്കുന്ന ക്യാഷ് ഇൻഫ്ലോസ്, ആകെ കൊടുത്തിരിക്കുന്ന ക്യാഷ് ഔട്ട്ഫ്ലോ. ക്ലിയർ. അപ്പോൾ റവന്യൂ ആയിട്ട് കിട്ടിയിരിക്കുന്ന റവന്യൂ ക്യാഷും റവന്യൂ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ക്യാഷ് അല്ലേ, റവന്യൂ ക്യാഷ് ഔട്ട്ഫ്ലോയും ഇത് തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഔട്ട്ഫ്ലോ കൂടുതലാണ്, ഇൻഫ്ലോ കുറവാണ്. അപ്പോൾ എന്തായി നമുക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവുന്ന അർത്ഥം. ഇങ്ങനെയാണ് ക്യാഷ് ലോസ്. ക്ലിയർ. നഷ്ടം ക്യാഷായിട്ട് കൊടുക്കേണ്ട നഷ്ടം സംഭവിച്ചിരിക്കുന്നു. കറണ്ട് ഇയറിലും അങ്ങനെ സിറ്റുവേഷൻ തന്നെ വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സിക്വൻറ്റ് ഇയേഴ്സിലും ക്യാഷ് ലോസ് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു യൂണിറ്റിനെ സിക്ക് യൂണിറ്റ് ആയിട്ട് പറയാം. ക്ലിയർ. ഇപ്പോൾ പ്രീവിയസ് ഇയറിലും കറണ്ട് ഇയറിലും സബ്സിക്വൻറ്റ് ഇയേഴ്സിലും ക്യാഷ് ലോസ് വരുന്ന കൺസേൺസ്, ആ കൺസേൺസിൽ ഇംബാലൻസ് ഇൻ ദർ ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ എന്തുണ്ടാവും, ഇംബാലൻസസ് വന്നിട്ടുണ്ടാവും. കറണ്ട് റേഷ്യോ ക്ലിയർ, അക്സെപ്റ്റബിൾ കറണ്ട് റേഷ്യോ 2:1 ഒക്കെയാണ്, പക്ഷെ ഇവിടെ അത് 1:1 താഴെയായിട്ട് മാറുന്നു. വേഴ്സണിങ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 2:1 ഒക്കെയാണ്, അതും കുറഞ്ഞു പോയിട്ട് എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരുന്നു. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിനെ എന്തായിട്ട് പറയാം, സിക്ക് യൂണിറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് RBI പറയേണ്ടത്. ക്ലിയർ. സോ ടേം ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻഡ് എ സിക്ക് യൂണിറ്റ്സ് as a sick when it has incurred continuous cash loss for a period of 2 years, or continued erosion of net worth by 50%, and continuous default in the meeting of 4 consecutively half yearly installment of interest and or principal in respect of the institutional loans. For term lending institution, ലെൻഡിങ് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ നേരത്തെ IFCI, IDBI അങ്ങനെയുള്ള ICICI ഒക്കെ ടേം ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ലെൻഡ് ചെയ്യുന്ന സമയത്ത് അവർ സിക്ക് ഇൻഡസ്ട്രീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ക്ലാസിഫിക്കേഷൻ ഇതാണ്. ഏതെങ്കിലും ഒരു ഫേമിന് കഴിഞ്ഞ 2 വർഷമായിട്ട് കോൺസിക്യൂട്ടീവായിട്ട് തുടർച്ചയായിട്ട് 2 വർഷം ക്യാഷ് ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അതിൻ്റെ നെറ്റ് വർത്ത്, ക്ലിയർ, എന്താ നെറ്റ് വർത്ത് നമുക്കറിയാം അല്ലേ, ആകെ ഇക്വിറ്റി മൈനസ് ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി, അപ്പോൾ നമുക്ക് നെറ്റ് വർത്ത് കിട്ടും. ക്ലിയർ. അതിനാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ. ദാറ്റ് ഈസ് ടോട്ടൽ അസറ്റ്സിൽ നിന്നും ഔട്ട്സൈഡേഴ്സിൻ്റെ ലയബിലിറ്റി മുഴുവൻ കുറച്ച് കഴിഞ്ഞാൽ നെറ്റ് വർത്ത് കിട്ടും. ഇനി വേറെ രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് സർപ്ലസ് റീറ്റെയിൻ ഏർണിംഗ് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നെറ്റ് വർത്ത് കിട്ടും. ക്ലിയർ. അപ്പോൾ ഈ രീതിയിൽ വരുന്ന നെറ്റ് വർത്ത് 50% നെറ്റ് വർത്ത് ഇറോഷൻ സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന നെറ്റ് വർത്തിൻ്റെ 50% കുറഞ്ഞു പോയിരിക്കുന്നു, ഡിപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ക്ലിയർ. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ക്യാഷ് ലോസ് വരികയും ചെയ്യുകയാണെങ്കിൽ എന്ത് പറയാം, ദിസ് യൂണിറ്റ് ഈസ് സപ്പോസ് ടു ബി സിക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റുമെന്ന് ടേം ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഡീഫാൾട്ട് വരുത്തുക. ക്ലിയർ. കഴിഞ്ഞ കുറേ 4 ക്വാർട്ടറായിട്ട് ക്വാർട്ടർലി ഇൻസ്റ്റാൾമെൻറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റോ പ്രിൻസിപ്പൽ പേയ്മെൻറ്റോ ക്ലിയർ അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ ആ സന്ദർഭത്തിലൊക്കെ എന്ത് പറയുന്നു, സിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ക്രൈറ്റീരിയ ആണ് ഇവിടെ വരുന്നത്. ക്ലിയർ. ഒന്ന് 2 years ഓഫ് കണ്ടിന്യൂസ് ക്യാഷ് ലോസ്, 2 ഡിപ്ലീഷൻ ഓഫ്
or erosion in the 50% of net worth, clear, or erosion of net worth up to 50%, then default, clear, ലോണുകളോ കടമോ ഒക്കെ എടുത്തിട്ടുള്ളതിൻ്റെ ഇൻട്രസ്റ്റും അല്ലേ അതുപോലെ തന്നെ പ്രിൻസിപ്പൽ എമൗണ്ട് റീപേയ്മെൻറ്റും അടയ്ക്കാൻ വീഴ്ച വരുത്തുകയാണെങ്കിൽ, ക്ലിയർ, കോൺസിക്യൂട്ടീവായിട്ട് 4 ഇൻസ്റ്റാൾമെൻറ്റ് ഹാഫ് ഇയർലി ഇൻസ്റ്റാൾമെൻറ്റ് വീഴ്ച വരുത്തുകയും ചെയ്യുകയാണെങ്കിൽ സിക്ക് യൂണിറ്റ് ആയിട്ട് പറയും. അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ഡിഫൈൻഡ് എ സിക്ക് യൂണിറ്റ് ആസ് വൺ വിച്ച് ഹാസ് ഫെയിൽഡ് ടു ജനറേറ്റ് ആൻ internal surplus over a continuous basis and dependent on its survival upon the frequent infusion of funds. Clear? ഏതൊരു ബിസിനസ് ആണോ അതിൻ്റെ ഇൻറ്റേർണൽ റിസോഴ്സസ് അല്ല ഇൻറ്റേർണൽ റിട്ടേൺ ഏർണിങ്സ് ഒന്നും ഇല്ലാതെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ബേസിസിൽ റീറ്റേൺഡ് ഏർണിങ്സ് ചെയ്യാൻ പറ്റാതെ ഫ്യൂച്ചർ പർപ്പസസിന് വേണ്ടി ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റിന് വേണ്ടി എപ്പോഴും അഡീഷണൽ ക്യാപിറ്റൽ ഇൻഫ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അത്തരത്തിലുള്ളൊരു ഫേമിന് എന്ത് പറയാം, സിക്ക് യൂണിറ്റ് എന്ന് പറയാം എന്നാണ് പറയുന്നത്. ക്ലിയർ? സോ കണ്ടിന്യൂഡ് ഡിപ്പെൻഡൻസ് ഓൺ ഫ്രീക്വൻറ്റ്, ക്ലിയർ, ഫ്രം ഔട്ട്സൈഡ് സോഴ്സ് ഓഫ് ഫണ്ട്, അതൊരു സിക്വൻസ് ആയിട്ട് SBI ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂഷനും പല രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യണം. സോ സിക്ക് ഇൻഡസ്ട്രിയൽ കമ്പനീസ് സ്പെഷ്യൽ പ്രൊവിഷൻ ആക്ട് ഓഫ് 1985 ഇതിന് വേണ്ടി കൊണ്ടുവന്നൊരു പ്രത്യേക നിയമമാണ്, ക്ലിയർ, പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ്. അതനുസരിച്ച് സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിനെ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്, an industrial company being a company registered for less than 7 years which has at the end of any financial year accumulated losses equal to or exceeding its entire net worth and has also suffered cash losses in such a financial year immediately preceding the such financial year. ക്ലിയർ? അപ്പോൾ ഏതൊരു ബിസിനസ് സ്ഥാപനത്തിനാണോ ഒരു കമ്പനിക്കാണോ, ക്ലിയർ, അതിൻ്റെ at the end of the financial year accumulated losses equal to or exceeding നെറ്റ്വർത്തിനേക്കാളും കൂടുതലായിട്ട്, നെറ്റ്വർത്ത് നമുക്കറിയാം ടോട്ടൽ അസറ്റ്സ് മൈനസ് ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി, അതാണ് ഈക്വിറ്റി ഹോൾഡേഴ്സിൻ്റെ വെൽത്ത്. ആ നെറ്റ്വർത്തിനേക്കാളും കൂടുതൽ അക്യുമുലേറ്റഡ് ലോസസ് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, മുഴുവൻ നെറ്റ്വർത്തും ഇറോഷൻ സംഭവിച്ചു എന്നർത്ഥം. ക്ലിയർ? ഇനി നമ്മൾ ലോസും കൂടെ റിക്യൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വിറ്റി ഹോൾഡേഴ്സിന് ഒന്നുമില്ല. ക്ലിയർ? അങ്ങനെ വരുന്നു. അപ്പോൾ അക്യുമുലേറ്റഡ് ലോസസ് ഈക്വൽ ടു ഓർ മോർ ദാൻ ദി നെറ്റ്വർത്ത്, അങ്ങനെ വരുന്ന സിറ്റുവേഷൻ. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ക്യാഷ് ലോസ് സംഭവിച്ചിരിക്കുന്ന സിറ്റുവേഷൻ. ക്ലിയർ? ഇമ്മീഡിയറ്റ്ലി പ്രീസീഡിങ് ദി അല്ലേ ഒരു വർഷത്തിൻ്റെ ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൻ്റെ തൊട്ട് മുമ്പ് ക്യാഷ് ലോസ് ഒക്കെ വന്നിട്ടുണ്ട്, ഈ വർഷം അങ്ങനെ സംഭവിക്കും. അപ്പോൾ എന്തായിട്ട് പറയുന്നതിനെ സിക്ക് ഇൻഡസ്ട്രീസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. ക്ലിയർ? അപ്പോൾ ഈ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. അതുപോലെ ടേം ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ RBIയുടെ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ വാട്ട് യു മീൻ ബൈ സിക്ക് ഇൻഡസ്ട്രീസ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനനുസരിച്ച് സിക്ക് ഇൻഡസ്ട്രീസിൻ്റെ സിംറ്റംസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. സോ വാട്ട് ആർ ദ സിംറ്റംസ്, കോസസ് അല്ലേ. അപ്പോൾ ഒന്ന് ഒരു പ്രധാന എന്താ സിംറ്റം നമുക്കറിയാം. നമുക്ക് ഹ്യൂമൻ ബീയിങ്സിന് ഒരു അസുഖം വരുന്നു എന്ന് കാണുമ്പോൾ ചില സിംറ്റംസ് ഉണ്ടാകും. പനി വരുന്നു, ജലദോഷം വരുന്നു അല്ലേ, അല്ലെങ്കിൽ ചുമ ഉണ്ടാവുന്നു, ക്ഷീണം ഉണ്ടാവുന്നു, ഫുഡ് നമുക്ക് ഇൻടേക്ക് കുറഞ്ഞു പോകും. ഇതൊക്കെ എന്താണ്, സിംറ്റംസാണ്. അതുപോലെ തന്നെ സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സിംറ്റംസ് എന്തൊക്കെയാണ്? ഒന്ന് കണ്ടിന്യൂസ് ക്യാഷ് ലോസ്, ക്ലിയർ, ഓപ്പറേറ്റിംഗ് ക്യാഷ് ലോസ് ആയിട്ട് അല്ലേ നെഗറ്റീവായിട്ട് മാറുക. രണ്ടാമത്തെ കേസസ് എന്താ, അതിൻ്റെ നെറ്റ് വർത്ത് ഇറോഷൻ സംഭവിക്കുക, ഇറോഷൻ ഇൻ ദ നെറ്റ് വർത്ത്. ക്ലിയർ? അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്താ, ലോസ് കണ്ടിന്യൂസ് ആയിട്ട് മാത്രമല്ല അക്യുമുലേറ്റഡ് ലോസസ് നെറ്റ് വർത്തിന് തുല്യമായിട്ടോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലായിട്ട് വരികയോ ചെയ്യുന്നത് അല്ലേ ഒരു സിറ്റുവേഷൻ. അതുപോലെ ഡീഫാൾട്ട്, മൂന്നാമത്തെ കാര്യമാണ് ഡീഫാൾട്ട്. ക്ലിയർ? എന്താ ഡീഫാൾട്ട്? പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റോ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റോ ക്ലിയർ കുറച്ച് പീരീഡായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 4 ഇൻസ്റ്റാൾമെൻറ്റോളം ഹാഫ് ഇയർലി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വീഴ്ച വരുത്തുക. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്തായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, ഇതിന് എന്തോ പ്രോബ്ലം ഉണ്ട്, സിക്ക് ആണ്, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ ദീസ് ആർ ഓൾ ദ സിംപ്റ്റം. ക്ലിയർ? നെക്സ്റ്റ് വി ക്യാൻ സീ അബൌട്ട് ദി കോസസ് ഓഫ് ഇൻഡസ്ട്രിയൽ സിക്നസ്. എന്തൊക്കെയാണ് ഇൻഡസ്ട്രിയൽ സിക്നസിൻ്റെ പ്രധാനമായിട്ടുള്ള കോസസ്, കാരണങ്ങൾ? സോ സം യൂണിറ്റ്സ് മേ ബി ബോൺ സിക്ക് owing to the defective appraisal of leading to wrong projections of viability or certain problems faced during the project implementation itself. അല്ലേ, ചില ഫേമുകൾക്ക് ചിലപ്പോൾ അത് ഇൻബിൽട്ടായിട്ട് തന്നെ സിക്നസ് ഉണ്ടാകും. എന്താ കാരണം, നമുക്കറിയാൻ പറ്റും. ക്യാപിറ്റലൈസേഷൻ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, ചില ഫേമുകൾ ക്യാപിറ്റലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഓവർ ക്യാപിറ്റലൈസ് ചെയ്തിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടാവും
അല്ലേ? ഓവർ ക്യാപിറ്റലൈസേഷൻ അബണ്ടൻസ് ഓഫ് ക്യാപിറ്റൽ അല്ല, എങ്കിലും കൂടുതൽ ക്യാപിറ്റൽ ഉണ്ട്, പക്ഷെ അത്രയും റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ എമൗണ്ട് നിശ്ചയിച്ചപ്പോൾ ചിലപ്പോൾ ഓവർ ക്യാപിറ്റലൈസേഷൻ ആയി മാറിയിട്ടുണ്ടാവാം. അങ്ങനെ ഒരു കേസസ് വരാം. അതല്ലെങ്കിലോ ചില സമയത്ത് ഈ ക്യാപിറ്റൽ ഒക്കെ റെഡി ആയിരിക്കും, പക്ഷെ പ്രോജക്റ്റിൻ്റെ വയബിലിറ്റി ഒന്നും നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടാവില്ല. പ്രോഫിറ്റബിലിറ്റി, വയബിലിറ്റി, പ്രോജക്റ്റ് ഫീസിബിൾ ആണോ, ഇതൊന്നും നോക്കാതെ ആയിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതോടുകൂടി പ്രോജക്റ്റ് കുറച്ച് കഴിയുമ്പോൾ ഫെയിലായിട്ട് മാറും. അപ്പോൾ എല്ലാ ലോസും സംഭവിക്കും. ക്ലിയർ? ഇങ്ങനെ പല ടെക്നിക്കൽ പ്രോബ്ലം കൊണ്ടോ, ടെക്നിക്കൽ ഫീസിബിലിറ്റി ഫെയിൽ ആവുന്നതുകൊണ്ടോ, ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി ഇല്ലാതെ വരുന്നതുകൊണ്ടോ ഒക്കെ പ്രോബ്ലം വരാം. അതുപോലെ ടെക്നോളജി ചേഞ്ച്, അങ്ങനെ പലതരത്തിലുള്ള റീസൺസ് കൊണ്ടും വരാം. ക്ലിയർ? ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുള്ള, അല്ലേ, നടപ്പിൽ വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുള്ള ചില പ്രോബ്ലത്തിൻ്റെ ഫലമായിട്ട് സിക്നസ് വരുമ്പോൾ അത് ഇൻബിൽട്ട് ആയിട്ട് വരുന്നതാണ്. ഓക്കെ. Then some units may achieve sickness due to the inefficient management or internal causes. Clear? ചിലപ്പോൾ മാനേജൽ ഇൻഎഫിഷ്യൻസി കൊണ്ട് സിക്നസ് വരാം. ക്ലിയർ? ലൈസൻസ് ഫെയർ അപ്രോച്ച് അനുസരിച്ച്, അല്ലെങ്കിൽ വളരെയധികം കറപ്ഷൻ ആയിട്ടുള്ള മാനേജ്മെൻറ്റ്, അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് സിക്നസ് വരാം. അതുപോലെ തന്നെ ഇൻറ്റേർണൽ കോസസ് കൊണ്ടും വരാം. സോ സിക്നസ് മേ ബി thrust upon some units due to the external causes. ചില യൂണിറ്റുകളെ സംബന്ധിച്ചിടത്തോളം പുറമെ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചില ഫാക്ടേഴ്സ് ആയിരിക്കും, അല്ലേ? എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ളതോ, ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ളതോ, ലീഗൽ അല്ലെങ്കിൽ ലെജിസ്ലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം ഫാക്ടേഴ്സൊക്കെ കൊണ്ട്, സോഷ്യൽ ഫാക്ടേഴ്സൊക്കെ കൊണ്ടായിരിക്കും സിക്നസ് വന്നിട്ടുണ്ടാവുക. ഇങ്ങനെ ഇൻറ്റേർണൽ, എക്സ്റ്റേർണൽ, ഫേം സ്പെസിഫിക്, അല്ലെങ്കിൽ നേരത്തെ തന്നെ ഉള്ള, അല്ലേ, അങ്ങനെ ഇൻബിൽട്ട് ആയിട്ടുള്ള, അങ്ങനെയൊക്കെ ഉള്ള സിക്നസ് പലതരത്തിലും നമുക്ക് കാണാൻ പറ്റും. സോ ഇറ്റ് ക്യാൻ ബി ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻ ടു 2 categories, internal as well as external. Internal causes എന്തൊക്കെയാണ് നോക്കുക. സോ internal causes are those causes which can be controlled or avoided by the management. Clear? എന്തുകൊണ്ട് അതിന് internal എന്ന് പറയുന്നു? സോ ഇറ്റ് ഈസ് internal to the business which can be controlled by the management. മാനേജ്മെൻറ്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ കൺട്രോൾ ചെയ്യാനോ, റെഗുലേറ്റ് ചെയ്യാനോ, നിശ്ചയിക്കാനോ, നിയന്ത്രിക്കാനോ പറ്റും. ക്ലിയർ? സോ ഫോളോയിങ് the important internal factors. Number 1, എന്തൊക്കെയാണ് കോസസ്? റോങ് ലൊക്കേഷൻ ഓഫ് ദി ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. അല്ലേ? നമ്മുടെ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് തുടങ്ങുന്ന സമയത്ത് അപ്രോപ്രിയേറ്റുള്ള ലൊക്കേഷൻ, കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ സെലക്ട് ചെയ്യണം. ക്ലിയർ? അതിന് ഓപ്റ്റിമം ലൊക്കേഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ക്ലിയർ? ഒരു ബെറ്റർ സൈറ്റ്, ബെറ്റർ ലൊക്കേഷൻ. അപ്പോൾ അതിലുള്ള പ്രോബ്ലം, അല്ലേ, ഡിമാൻഡ് ഒരു ഭാഗത്തായിരിക്കും, സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വേറെ ഭാഗത്തായിരിക്കും, അവിടെ ആൾക്കാർ ആരും വരില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസ് വരുമ്പോൾ ബിസിനസ് ഇല്ലാതെ, മാർക്കറ്റിംഗ് ഇല്ലാതെ, റവന്യൂ ഇല്ലാതെ പോവാം. ദെൻ പുവർ ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ് കൊണ്ട് സംഭവിക്കാം, പുവർ മാർക്കറ്റിംഗ് എഫേർട്ട് കൊണ്ട് സംഭവിക്കാം, ഡിഫക്റ്റീവ് ക്യാപിറ്റൽ സ്ട്രക്ചർ, അല്ലേ, ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിഫക്റ്റീവ് ആയി, വളരെ കൂടുതൽ ഡെപ്റ്റ് കൊണ്ടുവന്നു, ഇക്വിറ്റി കുറച്ചേ കൊണ്ടുവന്നു, ഇതൊന്നും നോക്കിയില്ല, ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്നൊന്നും നോക്കിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഹൈ ബേർഡൻ ആയിട്ട് മാറും, ഒന്നും തിരിച്ചടയ്ക്കാൻ പറ്റാത്തതായിട്ട് വരും. ക്ലിയർ? കൂടുതൽ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടതായിട്ട് വരും, ഫേമിന് നഷ്ടം വരും, ഒക്കെ വരും. സോ പുവർ മാനേജ്മെൻറ്റ്. ക്ലിയർ? പുവർ മാനേജ്മെൻറ്റ് കൊണ്ട് സംഭവിക്കാം, ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് കൊണ്ട് വരാം. ഡിസ്പ്യൂട്ട് അമംഗ് മാനേജൽ പേഴ്സൺ, അല്ലേ, മാനേജൽ പേഴ്സൺസ് തമ്മിൽ, മാനേജേഴ്സ് തമ്മിൽ ചിലപ്പോൾ ഡയറക്ടേഴ്സ് തമ്മിലൊക്കെ എന്തുണ്ടാവും? ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ അതെന്തിനെ ബാധിക്കും? ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും. ക്ലിയർ? ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രവർത്തനങ്ങളോ അത് കോർഡിനേഷനോ ഇല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സിക്നസിലേക്ക് വരാം. ലാക്ക് ഓഫ് ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, അല്ലേ, ആവശ്യത്തിന് പൈസ ഇല്ല, മെറ്റീരിയൽ വാങ്ങിക്കാനില്ല, വേജസ് കൊടുക്കാനില്ല, സാലറി കൊടുക്കാനില്ല, റെൻറ്റ് കൊടുക്കാനില്ല, അപ്പോൾ ഒരു ഫ്യൂസ് വലിച്ചു പോകും, അല്ലേ, അപ്പോൾ കറണ്ട് സപ്ലൈ തരില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്താവും? പ്രൊഡക്ഷൻ തടസ്സപ്പെടും. അപ്പോൾ പ്രൊഡക്ഷൻ തടസ്സപ്പെട്ടും മാർക്കറ്റിംഗ് ഉണ്ടാവില്ല, റവന്യൂ ഉണ്ടാവില്ല, പക്ഷേ സാലറി കൊടുക്കേണ്ടി വരും, റെൻറ്റ് കൊടുക്കേണ്ടി വരും, അങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലം. അപ്പോൾ നഷ്ടം സംഭവിക്കും. ദെൻ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് കപ്പാസിറ്റി, അല്ലേ, 100% കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടി പ്ലാന്റ് മെഷീനറിയൊക്കെ കൊണ്ടുവന്നു, പക്ഷേ അതിൻ്റെ 40% പ്രവർത്തിക്കുന്നു, 50% പ്രവർത്തിക്കുന്നുള്ളൂ, 60% പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? അല്ലേ, അത് ഐഡിൽ കപ്പാസിറ്റി എന്ന് പറയും ബാക്കിയുള്ളതിന്. അപ്പോൾ ഐഡിൽ കപ്പാസിറ്റി വളരെ കൂടുതലുണ്ടാവും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത്, ക്ലിയർ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടിന് മതിയായിട്ടുള്ള തരത്തിലുള്ള ഒരു റിട്ടേൺ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, ലോസും വരാൻ സാധ്യതയുണ്ടാവും. ക്ലിയർ? ദെൻ ലേബർ പ്രോബ്ലംസ് ഒരു പക്ഷേ ഒരു ഇൻറ്റേർണൽ ഫാക്ടറായിട്ട് പറയാം. മിസ്മാനേജ്മെൻറ്റ് ഓഫ് ഫണ്ട്, അല്ലേ, ഫണ്ട് അലോക്കേഷൻ ചെയ്യുന്നതിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലും യൂട്ടിലൈസ് ചെയ്യുന്നതിലൊക്കെ മിസ്മാനേജ്മെൻറ്റ് വരാം, ഇതിൻ്റെ ഫലമായിട്ടും വരും. ഇതൊക്കെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ്. External causes നമുക്കറിയാം. External causes are those causes which the management of the unit has no control over the factors. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിന് മാനേജ്മെൻറ്റിന് കൺട്രോൾ ഒന്നും പറ്റില്ല, അത് എക്സ്റ്റേണൽ ടു ദ ബിസിനസ് ആണ്. ക്ലിയർ? ഇറ്റ് ഈസ് ഇൻഹെറൻറ്റ് പാർട്ട് ഓഫ് ദി സൊസൈറ്റി ഓർ എക്കണോമി. ക്ലിയർ? അപ്പോൾ അത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഫാക്ടേഴ്സും ഫോഴ്സസും ആണ്. സോ ഫോളോയിങ് ആർ ദി ഇമ്പോർട്ടൻറ്റ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, causes. Number 1, availability of inputs in such a
such as raw material, power, etc. അല്ലേ ഇൻപുട്ടിൻ്റെ അവൈലബിലിറ്റി അതിൻ്റെ പ്രോബ്ലം അല്ലേ പ്രോബ്ലംസ് ഇൻ ദി അവൈലബിലിറ്റി ഓഫ് ഇൻപുട്സ് മെറ്റീരിയൽസ് കിട്ടുന്നില്ല, റോ മെറ്റീരിയൽ കിട്ടുന്നില്ല, പവർ സപ്ലൈ മുഴുവനായിട്ടില്ല, ലോഡ് ഷെഡിങ് ഉണ്ടാവുന്നു അല്ലേ, പവർ കട്ട് ഉണ്ടാവുന്നു, മുഴുവൻ സമയത്തും സപ്ലൈ കിട്ടുന്നില്ല, ഇതൊക്കെ പ്രോബ്ലമായിട്ട് മാറാം. ക്ലിയർ? അപ്പോൾ ഇതൊക്കെ എക്സ്റ്റേണൽ ആണ്, നമുക്ക് കമ്പനിക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. ക്ലിയർ? ദെൻ കോമ്പറ്റീഷൻ ഫ്രം ലാർജ് ബിസിനസ് അല്ലെ ഹൈലി കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻ്റ് ആണ്, ലാർജ് ടൈപ്പ് ഓഫ് ബിസിനസ് കോമ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ SSI യൂണിറ്റ് അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ യൂണിറ്റുകൾക്ക് അവരോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പം എന്തായിട്ട് മാറും? അവർ മാർക്കറ്റിംഗ്, സെയിൽസ്, റവന്യൂ ഒക്കെ കുറയും, പ്രോഫിറ്റ് കുറയും, സിക്നസ്സിലേക്ക് വരാം. സഡൻ ചേഞ്ച് ഇൻ ദി ഗവൺമെൻറ് പോളിസീസ്, ഗവൺമെൻറ് പോളിസി പെട്ടെന്ന് മാറും അല്ലേ. ചിലപ്പോൾ IT ഇൻഡസ്ട്രിക്ക് ഫേവറബിൾ ആയിരിക്കും, ചിലപ്പോൾ അതിന് അൺഫേവറബിൾ ആയിട്ട് വരും അല്ലേ. അപ്പോൾ ചില ഇൻഡസ്ട്രീന് ചില സമയത്ത് ഫേവറബിൾ ആവും, ചില സമയത്ത് അത് അല്ലാതെ വരും. അങ്ങനെ ഗവൺമെൻറ് പോളിസിയിൽ വരുന്ന മാറ്റം ബിസിനസ് നിശ്ചയിക്കാൻ പറ്റുന്ന എക്സ്റ്റേണൽ ആണ്, പക്ഷേ അങ്ങനെയുള്ളതും ഒരു കോസായിട്ട് മാറാം. ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് സച്ച് ആസ് ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ്, ടെക്നോളജി അല്ല, ഇതൊന്നും ഇല്ലയെന്ന് വിചാരിക്കുക, ഇതിലൊക്കെ അപര്യാപ്തത ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓവർ റൺ വരും, ടൈം വരും, വേസ്റ്റേജ് വരും. ക്ലിയർ? അതുപോലെ തന്നെ നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സിക്നസ് ആയിട്ട് മാറും. ദെൻ ഇൻകപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് പ്രൊക്വർ ക്രെഡിറ്റ് അല്ലേ, ക്രെഡിറ്റ് നമുക്ക് ലഭ്യമാക്കുന്നതിന് സാധ്യമല്ലാതെ വരിക. നമുക്ക് പൈസയുടെ ആവശ്യമുണ്ട്, പക്ഷേ ക്രെഡിറ്റ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ സപ്ലയേഴ്സിന് മുഴുവൻ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരുന്നു, ക്രെഡിറ്റിന് അവർ സപ്ലൈ ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കൂടുതൽ ക്യാഷ് കണ്ടെത്തണം. ക്യാഷ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കടം വാങ്ങിക്കേണ്ടി വരും. കടം വാങ്ങിക്കുന്നതിന് പലിശ കൊടുക്കണം. പലിശ കൊടുക്കാൻ ചിലപ്പോൾ തികയാതെ വരുന്ന സമയത്ത് അത് ലോസ് ആയിട്ട് മാറും. ഇങ്ങനെയൊക്കെ പ്രോബ്ലം വരുമ്പോൾ സിക്നസ് വരാം. ലിമിറ്റഡ് ഫിനാൻഷ്യൽ ബേസിസ് ഓഫ് പ്രൊമോട്ടേഴ്സ് അല്ലേ, ഫിനാൻഷ്യൽ ബേസിസ് ഓഫ് പ്രൊമോട്ടേഴ്സ് വളരെ ലിമിറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കാം അല്ലേ? ലോസ് സംഭവിക്കാം. ക്ലിയർ? പ്രൊമോട്ടേഴ്സ് വളരെയധികം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഒരു ഫേമിനെ അല്ലേ എന്തില്ലാതെ, സിക്നസ് ഇല്ലാതെ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും, പ്രൊമോട്ട് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ? അതല്ലാതെ വരുന്ന സമയത്ത് അതൊരു പ്രോബ്ലം ആയിട്ട് വരാം. സോ ഗവൺമെൻറ് റെഗുലേഷൻസ്. ക്ലിയർ? സോ ദിസ് ഈസ് അനദർ ഫാക്ടർ. There are certain rules, guidelines, clear laws and legislations, etc., which govern the business. ഇത്തരത്തിലുള്ള ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഇതെല്ലാം ഗവൺമെൻറ് റെഗുലേഷൻസുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ഗവൺമെൻറ് ചില പോളിസി ഫ്രെയിംവർക്ക് കൊണ്ടുവരും. അപ്പോൾ ഇതിനൊക്കെ അനുസരിച്ചുകൊണ്ട് എന്ത് സംഭവിക്കും? ഒരു ഫേമിൻ്റെ മാർക്കറ്റിംഗ്, അതിൻ്റെ സ്കോപ്പ്, അതിൻ്റെ ഡിമാൻഡ് അല്ലേ, അതിൻ്റെ നിലവിലുള്ള സെഗ്മെൻറ്റ്, ഇതൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു വരാം അല്ലേ. നിലവിൽ വളരെയധികം സേഫായിട്ട് പോകുന്ന ഒരു ബിസിനസ്സിൻ്റെ സെക്ടറിലേക്കും ഗവൺമെൻറ് ചിലപ്പോൾ ഫോറിൻ ക്യാപിറ്റൽ പെർമിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ ചെയ്യുന്നത്, പ്രൈവറ്റ് ക്യാപിറ്റലിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതോടുകൂടി എന്ത് ചെയ്യും? മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ വരും, അവർ വന്ന് ബിസിനസ് ചെയ്യും. ബിസിനസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേമിന് ബിസിനസ് ഇല്ലാതെ മാറുകയും ലോസ് സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഗവൺമെൻറ് പോളിസീസും റെഗുലേഷൻസും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഹെവി ടാക്സ് റേറ്റ്സ് അല്ലേ, കിട്ടുന്ന പ്രോഫിറ്റ് മുഴുവൻ ടാക്സ് ആയിട്ട് കൊടുക്കണമെന്ന്, സേവ് ചെയ്യാനൊന്നും മിച്ചം കിട്ടുന്നില്ല. അപ്പോൾ അതും ഒരു പ്രോബ്ലം ആയിട്ട് വരാം. ക്ലിയർ? ദെൻ ഡിലേ ഇൻ പ്രൊവൈഡിങ് ഫിനാൻസ് ബൈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ലോണിന് അപ്ലൈ ചെയ്തു, എലിജിബിൾ ഒക്കെയാണ്, പക്ഷേ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ബാങ്കിൽ നിന്നോ പെട്ടെന്ന് ലോൺ കിട്ടുന്നില്ല. അല്ലേ? അപ്പോൾ ഡിലേ വരുന്നു. അപ്പോൾ ഡിലേ വരുന്ന സമയം വരെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ ഫലമായിട്ട് വരുന്ന സിക്നസ്. ടെക്നിക്കൽ ഒബ്സലസൻസ്, ടെക്നോളജിക്കൽ ഒബ്സലസൻസ് കൊണ്ട് സംഭവിക്കാം അല്ലേ. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടെക്നോളജി ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറാം, ഒബ്സലേറ്റ് ആയിട്ട് മാറാം അല്ലേ, കാലഹരണപ്പെട്ടു പോവാം. അങ്ങനെ വരുന്ന സമയത്തും എന്ത് സംഭവിക്കും? സിക്നസസ് വരാൻ സാധ്യതയുണ്ട്. സോ ദീസ് ആർ ഓൾ ദി എക്സ്റ്റേണൽ കോസസ് ഓഫ് industrial sickness. Then next we can see about the remedial measures for industrial sickness. എന്തൊക്കെ റെമഡിയൽ ആക്ഷൻസ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അപ്പോൾ അതിനുവേണ്ടി കുറേയധികം സ്കീംസും പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട്. ക്ലിയർ? അപ്പോൾ അതിൽ ചില കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ക്ലിയർ? സോ ഇൻ അവർ കൺട്രി the industrial sickness regarded as a social problem, and therefore various concessions and incentives are given to sick units in the hope that these will be enabled to them to regain health and stand in their own feet once again. Clear? അപ്പോൾ ആ രീതിയിൽ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ഏജൻസികളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഒരു സപ്പോർട്ട് മെക്കാനിസം ഇന്ത്യയിൽ കൊടുക്കുന്നുണ്ട്. ക്ലിയർ? പക്ഷെ ചില രാജ്യങ്ങളിൽ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു സോഷ്യൽ പ്രോബ്ലം ആയിട്ട് മേ ബി റിലേറ്റഡ് ടു സൊസൈറ്റി റിലേറ്റഡ് ആവാം, മേ ബി റിലേറ്റഡ് ടു എക്കണോമി റിലേറ്റഡ് ആവാം, മേ ബി റിലേറ്റഡ് ടു ടെക്നോളജി അല്ലേ, മേ ബി റിലേറ്റഡ് ടു എംപ്ലോയീസിൻ്റെ, വർക്കേഴ്സിൻ്റെ സ്ട്രൈക്കിന്, അങ്ങനെയൊക്കെ ആവാം. അപ്പോൾ അതൊക്കെ കൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഒരു സപ്പോർട്ട് നൽകുന്നു. സോ എ ബ്രീഫ് ഡിസ്കഷൻ അബൌട്ട് ദ മെഷേഴ്സ് ടേക്കൺ ബൈ ദി ഗവൺമെൻറ് ഇൻ കൊളാബറേഷൻ വിത്ത് RBI with the rehabilitation of and revival of sick units.
ക്ലിയർ. സിക്ക് യൂണിറ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം? റിഹാബിലിറ്റേറ്റ് ചെയ്യണം, റിവൈവൽ. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? റിഹാബിലിറ്റേഷൻ മീൻസ് ക്ലിയർ, ഒരു സിക്ക് യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? പുനർനവീകരിക്കുക, ക്ലിയർ, റീഹാബിലിറ്റേറ്റ് ചെയ്യുക. ഒരു ഒന്നിൻ്റെ ഒരു കുടിയിരുത്തുക എന്ന് പറയില്ല, അല്ലെങ്കിൽ മാറ്റി പാർപ്പിക്കുക എന്ന് പറയില്ല, അതുപോലെ റീഹാബിലിറ്റേറ്റ് ചെയ്യും. സിക്ക് യൂണിറ്റ്സിനെ മാറ്റി, സിക്നെസ്സിനെ മാറ്റി ഹെൽത്തി ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. റിവൈവൽ എന്താ? ഇതിനെ റീഓർഗനൈസ് ചെയ്യും, ക്ലിയർ. അപ്പോൾ റീഹാബിലിറ്റേഷൻ ഉണ്ട്, റിവൈവൽ ഉണ്ട്, ക്ലിയർ. അതിനെ വീണ്ടും രൂപീകരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് റിവൈവൽ. റീഓർഗനൈസേഷൻ എന്നൊക്കെ പറയും, ക്ലിയർ. എന്താ റീഓർഗനൈസേഷൻ? ഒരു ഓർഗനൈസേഷനെ ക്രമീകരിക്കുന്നു, അതിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ, അസറ്റ് സ്ട്രക്ചർ, അതുപോലെ തന്നെ ലയബിലിറ്റി, അസറ്റ്സ്, ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നു? റീവാല്യൂ ചെയ്ത്, ക്ലിയർ, കൺസോളിഡേറ്റ് ചെയ്ത്, ക്ലിയർ, കുറച്ചൊക്കെ ഡെപ്റ്റൊക്കെ തിരിച്ചു കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് ആ രീതിയിൽ അതിനെന്ത് ചെയ്യുന്നു? റീഓർഗനൈസ് ചെയ്ത്. അപ്പം അത്തരത്തിലും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള മെഷേഴ്സൊക്കെയാണ് ചെയ്യുന്നത്. അല്ല, പ്രധാനമായിട്ടും വരുന്ന ചില മെഷേഴ്സിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. സിക്ക് ഇൻഡസ്ട്രിയൽസ് പോളിസീസ് ഓഫ് 1978, 1970 സിക്ക് ഇൻഡസ്ട്രി പോളിസി. സോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ announced the first sick industrial policy in the year 1978. അപ്പോൾ ഇയർ ഓർത്ത് വയ്ക്കുക കേട്ടോ. Then the policy is recognized that sickness was the occurring due to the faulty management and the inability of the financial institution to perform their role. Clear, financial institution ബാങ്കുകൾക്കോ അതിൻ്റെ ഡ്യൂ റോൾ പെർഫോം ചെയ്യുന്നുള്ള വീഴ്ച കൊണ്ടോ അതുപോലെ മാനേജ്മെൻറ്റ് ഇൻഎഫിഷ്യൻ്റ് ആവുന്നത് കൊണ്ടോ ആണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് റിവ്യൂ ചെയ്യും. സോ ദ പോളിസി ആൾസോ recognizes that the revival of sick industrial units is a joint responsibility of the central government, state government, and the laborers, financial institution, banks, management, and the shareholder. എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ് റിവൈവൽ ആൻഡ് റിഹാബിലിറ്റേഷൻ ഓഫ് സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. അല്ലാതെ ഗവൺമെൻറ് മാത്രം വിചാരിക്കേണ്ടതല്ല. സോ ഇൻ ദിസ് പോളിസി SFC ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്, സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസും കൊമേഴ്ഷ്യൽ ബാങ്കുകളും ഒക്കെ they were asked to devise scheme for the rehabilitation and revival of the sick industrial concerns. For the purpose of, they could take refinancing assistance from the IRBI, IDBI, clear. സ്മോൾ ഇൻഡസ്ട്രീസ് ഒക്കെ ആണെങ്കിൽ സിഡ്ബി ആണ് റീഫൈനാൻസിങ് ഒക്കെ ചെയ്ത്, ക്ലിയർ. അപ്പോൾ എങ്ങനെ റീഫൈനാൻസിങ് ചെയ്ത് കൊടുക്കും, ക്ലിയർ. ഇപ്പോൾ IRBI ഒക്കെ IIBI ആയിട്ടാണ് അറിയപ്പെടുന്നത്, അല്ലേ, IIBI. അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ നോക്കി. എനിവേ, അപ്പോൾ ഈ രീതിയിൽ റീഫൈനാൻസിങ്ങിൻ്റെ സാധ്യതയൊക്കെ നോക്കി അതിനെ റിവൈവ് ചെയ്യാം. സിക്ക് ഇൻഡസ്ട്രി പോളിസി ഓഫ് 1981, അതിന് ശേഷം വന്നിട്ടുള്ളതാണ് ഇത്, ക്ലിയർ. 1978 ശേഷം അത് റിവ്യൂ ചെയ്ത് 81 വീണ്ടും കൊണ്ടുവന്നു. whereby administrative ministries were assigned specific responsibility for the പ്രിവെൻഷൻ ആൻഡ് റെമഡിയൽ ആക്ഷൻ, ക്ലിയർ. ഇപ്പോൾ നേരത്തെ ഇത് ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ വെറുതെ പ്രവർത്തിക്കുകയായിരുന്നു. ഇതൊന്ന് മാറി സ്പെസിഫിക് ആയിട്ട് ചില മിനിസ്റ്റേഴ്സിനെ ചാർജ് കൊടുത്തുകൊണ്ട്, ക്ലിയർ, റിവൈവൽ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ചാർജ് കൊടുക്കുന്ന ഒരു കേസസ് ഇതിലൂടെ വന്നു, ക്ലിയർ. 1981 പോളിസിയുടെ ഫലമായിട്ട് വന്നു. സോ ദ അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്ട്രീസ് വുഡ് അപ്പോയിൻറ്റ് കമ്മിറ്റി that would review the extent of sickness and policy measures taken or required to handle such a situation, clear. About concerned administrative ministry, say for example coal industry-മായി ബന്ധപ്പെട്ടാണെങ്കിൽ coal industry, clear. Like heavy industries-മായി ബന്ധപ്പെട്ടാണെങ്കിൽ അത്, അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ്സുകളാണെങ്കിൽ അഗ്രികൾച്ചർ, ക്ലിയർ. കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അങ്ങനെയുള്ള അതിൻ്റെ മിനിസ്റ്റർ, സിവിൽ അല്ലേ സപ്ലൈസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അത്, ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അങ്ങനെ കൺസേൺഡ് അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്ട്രീസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനെ റിവൈവൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് 1981 പോളിസിയുടെ ഫലമായിട്ട് വന്നിട്ടുള്ളത്. So the committee would also analyze the problems of industrial units solving signs of sickness, clear. അതിനു വേണ്ടി എന്ത് ചെയ്യുന്നു? They would appoint several committee to find out what is the cause of industrial, clear. യൂണിറ്റുകളുടെ സിക്നസിൻ്റെ കാരണം എന്താണ്, എങ്ങനെ അതിനെ റിവ്യൂ ചെയ്യാം അല്ലെങ്കിൽ റാമിഫൈ ചെയ്യാം, അത് എങ്ങനെ റിവൈവൽ ചെയ്യാൻ പറ്റും, റിഹാബിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു സ്കീം ഓഫ് റീകൺസ്ട്രക്ഷൻ പറയും, ക്ലിയർ. സ്കീം ഓഫ് റിവൈവൽ അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കമ്മിറ്റികളെ അപ്പോയിൻറ്റ് ചെയ്യും, ക്ലിയർ. എന്നാൽ 1985 വന്നപ്പോൾ സിക്ക് ഇൻഡസ്ട്രിയൽ കമ്പനി സ്പെഷ്യൽ പ്രൊവിഷൻസ് ആക്ട്, ക്ലിയർ. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമുക്ക് പ്രൊവൈലിംഗ് ആയിട്ടുള്ള നിയമമായിട്ട് പറയുന്നത്, ക്ലിയർ. സോ ദ special law was enacted by the government with a view to ensuring timely detection of industrial sickness and expedite the revival of viable sick units, clear. അപ്പോൾ അതിനുവേണ്ടി
ബോർഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ ഉണ്ട്, BIFR എന്ന് പറഞ്ഞിട്ടുള്ളത് സെറ്റപ്പ് ചെയ്യുന്നുണ്ടായി. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ടാണ് BIFR വരുന്നത്. ക്ലിയർ? സോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് BIFR, ക്ലിയർ, ബോർഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ in 1987 for the rehabilitation of sick industrial units. According to BIFR, rehabilitation is done only in the case of in those units which are considered viable. Clear? അപ്പോൾ സിക്ക് യൂണിറ്റ്സ് തന്നെ ഏത് യൂണിറ്റ് നമുക്ക് വയബിൾ ആയിട്ട് അല്ലേ ഇതിനെ റിഹാബിലിറ്റേറ്റ് ചെയ്യാം, റിവൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് തുടർന്ന് നന്നായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റും, വയബിൾ ആണെന്ന് തോന്നുന്ന ഇൻഡസ്ട്രീസിനെ മാത്രം അവരെന്ത് ചെയ്യും, റിഹാബിലിറ്റേറ്റ് ചെയ്യും. ക്ലിയർ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ് BIFR. A unit was considered viable if it is capable of making net worth positive within a reasonable period of time. Clear? ഒരു reasonable period of time കൊണ്ട് ക്ലിയർ. അപ്പോൾ അതിൻ്റെ വൈപ്പിംഗ് ഔട്ട് ഓഫ് അക്യുമുലേറ്റഡ് ലോസസ് വിത്തിൻ എ പീരീഡ് ഓഫ് 10 years. ക്ലിയർ? നെക്സ്റ്റ് ഒരു സബ്സിക്വൻ്റ്ലി 10 years കൊണ്ട് ക്ലിയർ നേരത്തെ ഉണ്ടായിരുന്ന ലോസുകളൊക്കെ ഓവർകം ചെയ്ത് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് നെറ്റ്വർത്ത് പോസിറ്റീവ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള യൂണിറ്റുകളെയൊക്കെ നമ്മൾ വയബിളായിട്ട് ട്രീറ്റ് ചെയ്യുകയും അതിനെന്ത് ചെയ്യുന്നു, റിവൈവ് ചെയ്യുകയും റിഹാബിലിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. So Industrial Reconstruction Corporation of India, IRCI. So Government of India established IRCI in 1971 with a view to review and rehabilitate the sick units, following other objective to act as a lending institution and reconstruction agency. Clear? Lending and reconstruction ഒക്കെ ചെയ്യും. Then diagnose various ailing units and give expert advices for their remedial action. Clear? പ്രോബ്ലം വരുന്ന യൂണിറ്റുകളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവർക്ക് ആവശ്യമായുള്ള നിർദ്ദേശങ്ങൾ അഡ്വൈസസ് കൊടുക്കുക. റീസ്ട്രക്ചറിങ് ദി മാനേജ്മെൻറ്റ് ഓഫ് ദി യൂണിയൻ, പ്രൊവൈഡിങ് ടെക്നിക്കൽ ആൻഡ് മാനേജറൽ ഗൈഡൻസ്, ദെൻ ആക്ടിങ് ആസ് എ കാറ്റലിസ്റ്റ് ഇൻ സെക്യൂറിങ് അസിസ്റ്റൻസ് ഫ്രം ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സെട്ര. ഇതൊക്കെയാണ് അവരുടെ ഒബ്ജക്റ്റീവ്. സോ ഇറ്റ്സ് ഫംഗ്ഷൻ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ? ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്, to provide managerial and technical assistance and consultancy, to provide assistance of other technical institution and other government ensuring and the government agencies for ensuring revival and rehabilitation of the sick industrial units. Then to provide merchant banking services to banks in those relating to sick industrial units. സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മെർച്ചന്റ് ബാങ്കിങ്, ഫിനാൻഷ്യൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക. സോ ഇൻ 1985 IRCI വാസ് കൺവേർട്ടഡ് ഇൻ ടു അൻ ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ ബാങ്ക് ഓഫ് ഇന്ത്യ, IRBI. ആ IRBI തന്നെ വീണ്ടും എന്ത് ചെയ്തു, സബ്സിക്വൻ്റ്ലി ഇൻ 1997 ക്ലിയർ അത് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും അതിൻ്റെ പേരൊക്കെ മാറ്റി IIBI അല്ലേ, ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, IIBI എന്നുള്ള പേരിലേക്ക് അത് റീനെയിം ചെയ്ത് വന്നിട്ടുണ്ട്. ക്ലിയർ? ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ക്ലിയർ? ദെൻ സ്റ്റെപ്സ് ടേക്കൺ ബൈ ബാങ്ക്സ്. ഇനി ബാങ്കുകളും ചില മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. ക്ലിയർ? ലോണുകൾ കൊടുക്കുന്നതിന് മുമ്പ് അത് അപ്രൈസ് ചെയ്യുക, പ്രോജക്റ്റ് റിപ്പോർട്ട് വിലയിരുത്തുക. ക്ലിയർ? അതിനനുസരിച്ച് വയബിളായിട്ടുള്ളതിന് മാത്രം എന്ത് ചെയ്യുക, ലോണുകൾ നൽകുക. ഇതൊക്കെ പ്രിവെൻറ്റീവ് മെഷേഴ്സാണ്. അതോടൊപ്പം തന്നെ ക്യൂറേറ്റീവ് മെഷേഴ്സ് എടുക്കുന്നു. ഗ്രാൻഡിങ് ഓഫ് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ ഫെസിലിറ്റി, റിക്കവറിങ് ഓഫ് ദി ഇൻട്രസ്റ്റ് അറ്റ് റെഡ്യൂസ്ഡ് റേറ്റ്. ക്ലിയർ? സിക്ക് ഇൻഡസ്ട്രിയിൽ ആകുമ്പോൾ അവർക്ക് റെഡ്യൂസ് റേറ്റിൽ കൊടുക്കുന്നു, അവിടെ പഴയ റേറ്റിൽ നിന്നും കുറച്ച് കൊടുത്തിട്ട് അതെങ്കിലും അടയ്ക്കാൻ പറയുന്നു. ദെൻ സ്യൂട്ടബിൾ മൊറട്ടോറിയം ഫോർ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ, ഇൻട്രസ്റ്റ് അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ട് ഒരു പർട്ടിക്കുലർ പീരീഡ് വരെ നിങ്ങൾ അടയ്ക്കേണ്ട, അതിന് ശേഷം അടയ്ക്കുക, ആ രീതിയിൽ പറയുന്നു. ക്ലിയർ? ഇപ്പോൾ റിവൈവലിനൊക്കെ അത് ആവശ്യമാണ്. റിവൈവഡ് യൂണിറ്റ്സിന് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു മൊറട്ടോറിയം പ്രഖ്യാപിക്കും, അതുവരെ നമ്മൾ ഇൻട്രസ്റ്റോ മറ്റൊന്നും കൊടുക്കണ്ട, പിന്നീട് അടയ്ക്കണം. സോ ഫ്രീസിങ് എ പോർഷൻ ഓഫ് ദി ഔട്ട്സ്റ്റാൻഡിങ് ഇൻ ദി അക്കൗണ്ട്സ്. ക്ലിയർ? അതുപോലെ തന്നെ ഫ്രീസിങ് എ പോർഷൻ ഓഫ് ദി ഔട്ട്സ്റ്റാൻഡിങ് ഇൻ ദി അക്കൗണ്ട്സിൽ അല്ലേ, ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ ചെറിയൊരു പോർഷൻ അവരെന്ത് ചെയ്യുന്നു, ഫ്രീസ് ചെയ്ത് വയ്ക്കുന്നു. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയുള്ള ചില മെഷേഴ്സൊക്കെ അവർക്ക് എടുക്കാൻ പറ്റും. ദെൻ IDBI സ്പെഷ്യൽ സെൽ. IDBI നേരത്തെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്ന സമയത്ത് റിഹാബിലിറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡിവിഷൻ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് വിങ് തന്നെ ഉണ്ടായിരുന്നു. ക്ലിയർ? സോ ഇറ്റ് ഇസ് ടേക്കൺ കെയർ ഫോർ ദോസ് ഇൻ ദ കേസസ് ഓഫ് സിക്നസ് റെഫേർഡ് ടു ദം ബൈ ദ ബാങ്ക്. ബാങ്കുകൾ സിക്നസ് എന്ന് പറഞ്ഞിട്ട് റെഫർ ചെയ്യുന്ന കേസുകളൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണുള്ളത്. അപ്പോൾ IDBI എന്തായിട്ട് മാറുന്നു, ഒരു കൊമേഴ്ഷ്യൽ ബാങ്കായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ. Then sick industrial undertaking cell, sick industrial undertaking cell.
So this is another cell set up by the RBI as a coordinating agency and a clearing house to put information relating to the SICK industrial unit. അല്ല, ഇന്ത്യയിൽ എത്രമാത്രം സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ഉണ്ട്, ഏതൊക്കെ യൂണിറ്റുകളാണ്, എവിടേക്കാണ് അത് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു ഡാറ്റാബേസിന് വേണ്ടിയിട്ട് ഈ സെല്ല് പ്രവർത്തിക്കുന്നു. The cell has issued suitable instruction to the commercial bank about the monitoring of SICK industrial concerns as well as about the nursing of such units. ക്ലിയർ? ഇപ്പം യൂണിറ്റുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ബാങ്കുകൾക്കും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവശ്യമായുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കുകയും ചെയ്തു. The measures taken by RBI എടുത്തിരിക്കുന്ന മെഷേഴ്സ് എന്തൊക്കെയാണ്? So in order to prevent the unit from becoming sick, RBI, Reserve Bank of India, has taken the following measures. Number 1, so Reserve Bank of India has set up an industrial undertaking cell to function as a coordinating and clearing house for the information on sick units and act as a coordinating agency between government, bank, financial institution and other agencies with a view to taking or tackle various sickness related to issue. Clear? അപ്പോൾ ഇതിൻ്റെ ഭാഗമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ക്ലിയർ സെല്ല് രൂപീകരിച്ചിട്ടുണ്ട്, സിക്ക് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് സെൽ. ക്ലിയർ? ഇങ്ങനെ സിക്ക് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് സെല്ല് അതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് എന്ത് ചെയ്യുന്ന ഒരു ക്ലിയറിംഗ് ഹൗസ്, ഇൻഫർമേഷൻ്റെ ഒരു ക്ലിയറിംഗ് ഹൗസ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വിവരങ്ങൾ നൽകുന്നു, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, ഇൻഫർമേഷനും അഡ്വൈസസും നൽകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. The RBI, Reserve Bank of India, constituted a standing coordination committee to consider issues relating to the coordination between commercial bank and term lending institution on the going basis. അല്ലേ? കൊമേഴ്ഷ്യൽ ബാങ്ക് നേരത്തെയൊക്കെ ആണെങ്കിൽ എല്ലാം മാനുവലൈസ്ഡ് ആയിരുന്നു അല്ലേ, ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ കണക്ടിവിറ്റിയോ കമ്പ്യൂട്ടറൈസ്ഡോ ഓട്ടോമേഷനോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് നിന്ന് ലോൺ എടുക്കും, വീണ്ടും വേറൊരു ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കും, വീണ്ടും വേറൊരു സ്ഥലത്ത് പോയിട്ട് ലോൺ എടുക്കും. അപ്പോൾ അവസാനം നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊന്നും തിരിച്ചടയ്ക്കാനും കഴിയില്ല, എല്ലാവരുടെയും ഡീഫോൾട്ട് വരും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സോ അതിനുവേണ്ടി ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു കമ്മിറ്റി ആവശ്യമാണ്. ക്ലിയർ? സോ കോർഡിനേഷൻ ബിറ്റ്വീൻ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ തമ്മിൽ, ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ തമ്മിൽ, അല്ലേ, ഓൺഗോയിങ് ബാങ്ക്സ് തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയെടുക്കുക. ഇത് അപ്പോൾ ഒരു കൺസോർഷ്യം എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള ഒരു കൺസോർഷ്യംസ് ഒക്കെയാണ് ചിലപ്പോൾ സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾക്ക് ആവശ്യമുള്ള ഫിനാൻസ് ഒക്കെ ഫ്യൂച്ചറിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ ബാങ്കിന് അവരുടെ ലോസ് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും, മാത്രമല്ല ബിസിനസ്സിനെ റിവൈവ് ചെയ്യാനും പറ്റും. സോ ദാറ്റ് ഈസ് എ പർപ്പസ്. Next is a special cell has been set up with the Rehabilitation of Finance Division of IDBI to attend to the cases of industrial sickness. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഡിവിഷൻ, ക്ലിയർ, ഒരു IDBIയുടെ ഒരു റിഹാബിലിറ്റേഷൻ ഫിനാൻസ് ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ഇതെല്ലാം പഴയ കാര്യമാണ് പറയുന്നത്. So the RBI has launched a suitable guidelines to the banks with a view to ensuring that the proximity, that is the potentially viable SICK units in small scale sector receive attention and timely support of the bank. ബാങ്കിൽ നിന്നും കറക്റ്റ് സമയത്തിന് സപ്പോർട്ട് ലഭിക്കുന്നതിന് വേണ്ടി ആവശ്യമായുള്ള ഗൈഡ് ലൈൻസ് ആർക്ക് നൽകിയിട്ടുണ്ട്? ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയിട്ടുണ്ട്. Then RBI has emphasized that only those units which are considered to be potentially viable should take up for rehabilitation. ക്ലിയർ? ഫ്യൂച്ചറിൽ പൊട്ടൻഷ്യലി വയബിൾ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ അതിന് സാധ്യതയുള്ള യൂണിറ്റുകളെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റീഹാബിലിറ്റേഷനിൽ തിരഞ്ഞെടുക്കാറുള്ളൂ. ഓക്കെ, ദെൻ അസിസ്റ്റൻസ് ബൈ SFC, സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, എന്തെല്ലാം അസിസ്റ്റൻസ് ആണ് ഇതിനു വേണ്ടി നൽകുന്നത്? സോ ദ corporation provides relief and concession to potential and viable SICK units. The assistance is provided under the IDBI's relief, clear, refinance scheme, അതുപോലെ തന്നെ ഗൈഡ്ലൈൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എക്സെട്ര. ഇപ്പോൾ IDBI എങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ഒരു കൊമേഴ്ഷ്യൽ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്തിനുള്ള സാധ്യതയുണ്ട്? SIDBI, ഇപ്പോൾ MSME യൂണിറ്റുകളൊക്കെ ആണെങ്കിൽ SIDBI, ക്ലിയർ, റിലേറ്റഡ് ആയിട്ട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ SIDBI ആണ് റീഫൈനാൻസിങ് മറ്റുള്ള കാര്യങ്ങളൊക്കെ MSMEക്ക് വേണ്ടി ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഉണ്ട്, മറ്റുള്ള ബാങ്കുകളൊക്കെ ഉണ്ട്. ഓക്കെ, അവരെല്ലാം എന്ത് ചെയ്യുന്നു, ലോങ് ടേം ലോൺസ് ഇപ്പം നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബാങ്കുകൾ നൽകുകയും വീണ്ടും മറ്റൊരു ബാങ്ക് ചെയ്യുന്ന ഒരു പ്രവർത്തി അതിന് വരുന്നില്ല. ക്ലിയർ? മാത്രമല്ല കൺസോഷ്യൽ ലെൻഡിങ് കൂടെ അവർ ചെയ്യുന്നുണ്ട്. പല ബാങ്കുകൾ കൂടി ചേർന്നിട്ടാണ് ലെൻഡിങ് നൽകുക അല്ലേ. നിങ്ങളിപ്പോൾ റീസെൻ്റായി കേട്ടിട്ടുള്ള പല കേസിലും കൺസോഷ്യൽ ലെൻഡിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അല്ലേ.
സേ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ അല്ലേ വിജയ് മല്യയുടെ കേസിലൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ക്ലിയർ? അപ്പോൾ അവരുടെ എയർലൈൻസിന് വേണ്ടിയിട്ടുള്ള ലോണ് ഒരു ബാങ്ക് മാത്രമല്ല കൊടുത്തിരിക്കുന്നത്, ഒരു ബാങ്ക് കൂടുതൽ കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള കുറേ ബാങ്കുകൾ അതിൻ്റെ പാർട്ടിസിപ്പൻസ് ബാങ്ക് ആയിട്ടുണ്ട്. കൺസോഷ്യൽ ലെൻഡിങ് എന്നാണ് പറയുക അല്ലേ. അതുപോലെ തന്നെ നീരവ് മോദിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ഇവിടെ നിന്ന് മുങ്ങിയിട്ടുള്ള ആൾ. അപ്പോൾ അവരും അവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ലോണുകളും കൺസോഷ്യം വഴിയാണ്. ക്ലിയർ? പല ഭാഗത്തു നിന്നാണ്, പല ബാങ്കുകളുടെ ഒരു കൺസോഷ്യം വഴിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ ലോങ് ടേം ആണ്. ക്ലിയർ? അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ റീഫിനാൻസിങ്ങിൻ്റെ കേസസ് കുറഞ്ഞു വരുന്നുണ്ട്. MSMEകൾക്ക് റീഫിനാൻസിങ് ഉണ്ട്. അഗ്രികൾച്ചർ സെക്ടറിൽ പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് റീഫിനാൻസിങ് കൊടുക്കുന്നുണ്ട്. റീജിയണൽ റൂറൽ ബാങ്കുകൾക്ക് റീഫിനാൻസിങ് കൊടുക്കുന്നുണ്ട്. ക്ലിയർ? ഗ്രാമീൺ ബാങ്കുകൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ദെൻ എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കൺസെഷൻ റിലീഫ്? ക്ലിയർ? സോ ഫണ്ടിങ് ഓഫ് ഓവർഡ്യൂ ഇൻട്രസ്റ്റ്, വേവർ ഓഫ് പീനൽ ഇൻട്രസ്റ്റ്, റീഷെഡ്യൂളിംഗ് ഓഫ് ലോൺ, മാർജിൻ മണി ഫോർ അഡീഷണൽ ടേം ലോൺസ് പ്രൊവൈഡഡ്. അപ്പോൾ ഇതെല്ലാം എന്തിൻ്റെ ഭാഗമായിട്ട് നൽകുന്നുണ്ട്? അസിസ്റ്റൻസിൻ്റെ ഭാഗമായി നൽകുന്നുണ്ട്. ക്ലിയർ? ദെൻ സർവീസസ് ബൈ ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ, TCOs. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് TCOs ഉണ്ട് അല്ലേ. അപ്പോൾ ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യുന്നു? സിക്ക് യൂണിറ്റുകളുടെ റിവൈവലിന് വേണ്ടി, റിഹാബിലിറ്റേഷന് വേണ്ടി സ്കീമുകൾ ഉണ്ടാക്കുന്നു, ഡയഗ്നോസ് ചെയ്യുന്നു. ക്ലിയർ? നമുക്കറിയാം, നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടർക്ക് പോയിട്ട് ഡയഗ്നോസ് ചെയ്യും അല്ലേ, എന്താണ് നമ്മുടെ അസുഖം, എന്നിട്ടാണ് പിന്നെ വേണം മരുന്നൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്താണ് ഇൻഡസ്ട്രിയൽ സിക്നസിന് കാരണം, അത് ഡയഗ്നോസ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി TCOs ഒക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ അങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് ആവശ്യമായുള്ള ഒരു സ്കീം ഉണ്ടാക്കുന്നു. ക്ലിയർ? റെമഡിയൽ മെഷർ നിർദ്ദേശിക്കുന്നു. ഇങ്ങനെയുള്ള സർവീസുകൾ, അഡ്വൈസറി ഒക്കെ കൊടുക്കുന്നു. സോ പ്രൊവൈഡിങ് ടെക്നിക്കൽ, മാനേജറൽ ആൻഡ് കൊമേഴ്ഷ്യൽ കൗൺസിലിംഗ്, ദെൻ റിഹാബിലിറ്റേഷൻ പ്ലാനുകൾ ഉണ്ടാക്കുക, അതൊക്കെ TCOs ചെയ്യുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ മാർജിൻ മണി സ്കീംസ്. ക്ലിയർ? ഇങ്ങനെയുള്ള യൂണിറ്റുകൾക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി മാർജിൻ മണി ലോണുകൾ നൽകി വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളുടെ റിഹാബിലിറ്റേഷന് വേണ്ടി, റിവൈവലിന് വേണ്ടി, റീഓർഗനൈസേഷന് വേണ്ടി സാധാരണഗതിയിൽ ഉള്ള സ്കീമുകൾ. ഓക്കെ. ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം. ഇത് മാത്രമല്ല, ഇത് എക്സ്ക്ലൂസീവ് അല്ല, വളരെ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ ഓരോ സെക്ടർ സ്പെസിഫിക് ആയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ എനിവേ ജനറലായിട്ട് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ.